ഒന്ന്, സമയം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. 2, സീറ്റുകളും ഒപ്പം തന്നെ വിഷയവും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. സമയത്തിൻ്റെ കാര്യം എടുക്കാം. ഇനി ആകെ 90 ദിവസമേ ഉള്ളൂ. നിയമസഭാ സെഷൻ വരാൻ പോവുകയാണ്. ഞാനിതിലെ വളരെ പ്രധാനപ്പെട്ട ചില നേതാക്കളുമായി സംസാരിച്ചതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഈ നിമിഷം വരെയും ഇങ്ങനെയൊരു ചർച്ച പാർട്ടിക്കുള്ളിൽ ഔദ്യോഗികമായിട്ട് നടന്നിട്ടില്ല. എന്നാൽ അഭ്യൂഹങ്ങളുണ്ട്. സഭാ നേതൃത്വം ചില നേതാക്കളുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അത് വസ്തുതയാണ്. അതിൽ ചില MLA മാർ ഈ വിഷയത്തിൽ ചില ആശങ്കകൾ ഇൻഫോർമലായിട്ട് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. കേരള കോൺഗ്രസിൻ്റെ കാര്യത്തിലാണെങ്കിൽ 16-ാം തീയതിയാണ് സ്റ്റിയറിംഗ് കമ്മിറ്റി നടക്കാൻ പോകുന്നത്. ആ സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ അജണ്ട എന്ന് പറയുന്നത് മുന്നണി മാറ്റമല്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ വിലയിരുത്തൽ എല്ലാ പാർട്ടികളും നടത്തിയപ്പോൾ അത് നടത്താതെ പോയൊരു പാർട്ടി യഥാർത്ഥത്തിൽ കേരള കോൺഗ്രസ് മാണി പാർട്ടിയാണ്. കാര്യം അവിടെ സ്റ്റിയറിംഗ് കമ്മിറ്റി കൂടിയിട്ടില്ല. അതുകൊണ്ട് സ്റ്റിയറിംഗ് കമ്മിറ്റി കൂടണ്ടേ എന്ന് തീരുമാനിക്കുകയും ആ സ്റ്റിയറിംഗ് കമ്മിറ്റി കൂടാനുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. 16-ാം തീയതി സ്റ്റിയറിംഗ് കമ്മിറ്റി നടക്കുന്നു. പക്ഷേ ആ സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ മുന്നണി മാറ്റം എന്ന് പറയുന്നത് ചർച്ച ചെയ്ത് അതത്ര എളുപ്പത്തിൽ നടപ്പിലാക്കാൻ പറ്റുന്ന കാര്യമില്ല. കാര്യം പ്രാഥമികമായ ഒരു ചർച്ച ഈ സമയത്ത് തുടങ്ങിയിട്ടില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നോക്കൂ, 12 സീറ്റിലാണ് കേരള കോൺഗ്രസ് മാണി കഴിഞ്ഞ തവണ മത്സരിച്ചത്. അതിൽ 5 വിജയിച്ച് കയറി. ഇക്കുറി 10 സീറ്റെങ്കിലും UDF കൊടുക്കാൻ പറ്റുമോ? 10 സീറ്റ് കൊടുത്താൽ അത് ആരുടെ സീറ്റ് എടുത്ത് കൊടുക്കും? ശരി, നമുക്ക് നാദാപുരം കൊടുക്കുമെന്ന് പറയാം. ലീഗ് ഏതെങ്കിലും തരത്തിൽ കോംപ്രമൈസ് ചെയ്ത് ഒരു പാർട്ടിയല്ല, 2 പാർട്ടിയാണ്. നിങ്ങൾ നോക്കൂ, ഇപ്പോൾ ജയിച്ച ഈ മണ്ഡലങ്ങളിൽ നിന്ന് കേരള കോൺഗ്രസ് ജോസഫിൻ്റെ സീറ്റ് എടുത്തല്ലേ നിങ്ങൾക്ക് കേരള കോൺഗ്രസ് മാണിക്ക് കൊടുക്കാൻ പറ്റൂ? അതെങ്ങനെ സാധ്യമാവും? കേരള കോൺഗ്രസ് ജോസഫിൻ്റെ ക്ലെയിം അവിടെ ഇല്ലേ? ഇക്കുറി 5 മത്സരിച്ച് 4 ജില്ലാ ഡിവിഷനിൽ ഇടുക്കിയിൽ കേരള കോൺഗ്രസ് ജോസഫ് വിജയിച്ചത് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? കഴിഞ്ഞ തവണ 2 വിജയിച്ചെടുത്ത് 4 വിജയിക്കാൻ കേരള കോൺഗ്രസ് ജോസഫിന് പറ്റി. അപ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൂടുതലിടത്ത് വിജയിച്ച ജോസഫിനെ പീനലൈസ് ചെയ്യാൻ പറ്റൂ? ജോസഫിലെ നേതാക്കൾ പിണങ്ങില്ലേ? അങ്ങനെ വന്നാൽ കേരള കോൺഗ്രസ് ജോസഫിലെ വിഭാഗത്തിന് മറുകണ്ഠം ചാടാനുള്ള സാഹചര്യമില്ലേ? അങ്ങനെ വരുന്നൊരു സാഹചര്യം ഒരുക്കൂ. നിലവിൽ അതുകൊണ്ടാണ് PJ ജോസഫ് അത്തരം മാറ്റത്തെക്കുറിച്ച് പ്രാഥമിക ഘട്ടത്തിൽ, വാർത്ത വരുന്ന ഘട്ടത്തിൽ തന്നെ പറഞ്ഞത് അങ്ങനെ ഒരു ചർച്ചയും ഇവിടെ നടക്കില്ല എന്ന് കാറ്റഗോറിക്കലി ഡിനൈ ചെയ്തിട്ടുണ്ട്.